അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ്. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, നമ്മളൊരു ചാലഞ്ച് പറഞ്ഞിരുന്നില്ലേ? നിങ്ങളിതിപ്പോൾ ചെയ്യണമൊക്കെ അല്ലേ? ഉഷാറായിട്ട് പോകണില്ലേ? എല്ലാവരും എല്ലാ ദിവസവും നമ്മൾ അന്നെടുത്ത തീരുമാനം പോലെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, ചൊല്ലുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വഫഖനല്ലാഹ്. അള്ളാഹു നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മളെടുത്ത തീരുമാനം പോലെ നമ്മുടെ ലാസ്റ്റ് മൊമെൻ്റ് വരെ, നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെയും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവാതെ എല്ലാ ദിവസവും ചൊല്ലാനുള്ള തൗഫീക്ക് പടച്ചോൻ തരട്ടെ. അതും നമ്മൾ ഉദ്ദേശിച്ച എണ്ണത്തിൽ എല്ലാ ദിവസവും അതിലുപരിയും അതിൽ കവിഞ്ഞും നമുക്ക് ചൊല്ലാനുള്ള തൗഫീക്ക് പടച്ചോൻ തരട്ടെ. അതിലൂടെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക്, അവിടത്തോടുള്ള ഇഷ്ടം, അവിടത്തോടുള്ള പ്രേമം അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട്, അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് ഓശാരമായിട്ട് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താണെങ്കിലും ഈ വീഡിയോയിലൂടെ ഞാൻ വേറൊരു സ്വലാത്തായിട്ടാണ് വന്നിരിക്കുന്നത്. എക്സൈറ്റഡ് അല്ലേ? കാരണം വ്യത്യസ്ത സ്വലാത്തുകളൊക്കെ പരിചയപ്പെടുമ്പോൾ ആ സ്വലാത്തുകളൊക്കെ ജസ്റ്റ് ഒന്ന് ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും ചൊല്ലുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസും വല്ലാത്തൊരു ഫീലുമാണല്ലേ. ശരിക്കും പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടക്കൂടുതലിന് അല്ലെങ്കിൽ അവിടുത്തെ ഓർക്കാനുള്ളൊരു സബബും കൂടെയാണല്ലേ ഇതുപോലത്തെ സ്വലാത്തുകളൊക്കെ. ഇതാണെങ്കിലും പറഞ്ഞു വരുന്നത് ഒരു ന്യൂ സ്വലാത്ത് മീൻസ് മുമ്പ് മേ ബി നമ്മുടെ ഈ ഒരു ചാനലിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ ചൊല്ലിയിട്ടുണ്ടാകും. ഇറ്റ്സ് ഓക്കെ. പക്ഷേ വേറെ നമ്മുടെ ചാനലിലൂടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വലാത്ത് എന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണെങ്കിലും ഞാൻ ഇങ്ങനെ വളവള പറഞ്ഞിട്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. വേഗം സ്വലാത്ത് അങ്ങോട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഇതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിലൂടെ നമുക്കിത് കൂടുതൽ ചൊല്ലാനും ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട്, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ട് നടക്കാനും മനസ്സിൽ ഒരു തോന്നൽ വന്നാലോ അല്ലേ, അല്ലെങ്കിൽ അതിലൊരു ഇൻസ്പിറേഷൻ ആയാലോ. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് പറഞ്ഞുതരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബ് അൽ മഹ്ബൂബി ഷാഫിൽ ഇലലി വ മുഫർരിജിൽ കുറൂബി വ അലാ ആലിഹി വ സ്വഹ്ബിഹി വസല്ലിം. ഇതാണ് സ്വലാത്ത്. മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, ഏതൊക്കെ തരത്തിലുള്ള ദുരിതങ്ങളുണ്ടോ, എന്തൊക്കെ ടെൻഷനുകൾ, ഡിപ്രഷനുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ, ആ പ്രശ്നങ്ങളൊക്കെ അകറ്റാൻ, ആ പ്രശ്നങ്ങളെയൊക്കെ നീക്കാൻ പവറുള്ള ഒരത്ഭുത സ്വലാത്താണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മനസ്സറിഞ്ഞ് മനസ്സ് തുറന്ന് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് കരഞ്ഞ് ദുആ ചെയ്താൽ ഉറപ്പായിട്ടും പടച്ചവനത് തട്ടൂല. ആ ദുആക്ക് അല്ലാഹു ഇജാബത്ത് തരും, അതൊരു ഡൗട്ടും വേണ്ട. അത്രമേൽ പവർഫുള്ളായിട്ടുള്ളൊരു സ്വലാത്താണ്, അത്രത്തോളം മീനിങ് ഫുള്ളുമാണ്. മനസ്സിലായില്ലേ? ഇതാണെങ്കിലും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് തന്നെ പറയുന്നുണ്ടല്ലോ, ഷാഫിൽ ഇലൽ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ രോഗങ്ങൾ മാറ്റുന്നവൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ അകറ്റുന്നവൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണെങ്കിലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലവാത്തുകളും അവയുടെ ഫലങ്ങളും മഹത്വങ്ങളും എക്സ്പീരിയൻസസുകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.